നോക്കൂ ശ്രീ ബലദേവ്, താങ്കൾ ഈ ഇവിടെ ഗോകുൽ പറഞ്ഞതാണെങ്കിൽ ഞാൻ തിരിച്ചു പറയുകയാണ്. വളരെ പെട്ടെന്ന് ഇത് CBIക്ക് വിടാനുള്ള കാരണം ഈ ഒരു ഇലക്ഷൻ സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക. ഈ ഇലക്ഷൻ സിറ്റുവേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ 98 ലക്ഷം രൂപ കൊടുത്തിട്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ, മുഖ്യമന്ത്രിയല്ല പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പാണ് ഹൈക്കോടതിയിൽ പോയിട്ട് പറഞ്ഞത് 98 ലക്ഷം രൂപ കൊടുത്തിട്ട് പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ അതേ മുഖ്യമന്ത്രി വളരെ ചടുന്നനെയൊന്നും ഈ അന്വേഷണം CBIക്ക് വിടാൻ ഉത്തരവിടുമായിരുന്നില്ല. ഷുഹൈബ് വധക്കേസിൽ 1 കോടി 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ മാതാപിതാക്കളുടെ അവകാശമായിരുന്നു. എൻ്റെ മകനെ കൊന്നവരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, കൊല്ലിച്ചവരെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്നപ്പോൾ 1 കോടി 2 ലക്ഷം രൂപ പൊതുഖജനാവിൻ്റെ എടുത്തിട്ട് CBI അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ കേസും CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അത്ര പെട്ടെന്ന് ഈ ഇലക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വിടുന്നുവെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അന്ധമായൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് താങ്കൾ പറയുന്നത്. പിന്നെ ശ്രീ ബലദേവ്, എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ഈ പറയുന്നത്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും കൂടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാതെ ഇവിടെ നിന്ന് വിദേശയാത്ര പോകുന്നു. അതിനെ വിമർശിക്കുന്നവർ പറയുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെന്ന് പറയുന്നു. ഒരു മേയർ ഒരു തിരുവനന്തപുരം നഗരത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്നു, അതിനെ വിമർശിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് അത് ചെയ്യുന്നു പറയുന്നു. അതുപോലെ തന്നെ ICUവിൽ വെച്ചൊരു പെൺകുട്ടി പീഡനത്തിനിരയാവുന്നു. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ഡോക്ടറുടെ മൊഴിയുടെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം പോലും കിട്ടാതായപ്പോൾ ആ പെൺകുട്ടി മറ്റേ SP ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെന്ന് പറയുന്നു. കത്രിക വയറ്റിൽ മറന്നുവെച്ച ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കാതായപ്പോൾ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെന്ന് പറയുന്നു. എന്താണ് ശ്രീ ബലദേവ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ മാധ്യമങ്ങളും ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും. ഇപ്പോൾ ഇവിടെ ശ്രീ ഗോകുലിന് നമ്മൾ പറയും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയമുണ്ട്. ഞാനൊരു CPMകാരനായിരുന്നു സാർ എന്ന് വെച്ചിട്ട് ആ CPM എന്ന് പറയുന്ന പാർട്ടി വിട്ടിട്ട് ഞാൻ BJPയിലോ കോൺഗ്രസിലോ പോയിട്ടില്ല. ഇന്നും എൻ്റെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ പറയുന്നു ഇതൊന്നുമല്ല സാർ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, ഇതൊന്നുമല്ല കമ്മ്യൂണിസം. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥൻ്റെ മരണത്തെ പോലും ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള താങ്കളല്ല ഈ ഇടതുപക്ഷ നിരീക്ഷകർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തെ ലഘൂകരിക്കരുത് സാർ, അത് അങ്ങേയറ്റം ബാലിശമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കുക, ഇത് സിദ്ധാർത്ഥൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല സാർ, സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ ഒരു പ്രശ്നമല്ല. കേരളത്തിലെ എല്ലാ മാതാപിതാക്കളും ഭയവിഹുലരായിട്ടാണ് മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ അന്വേഷണത്തിൽ കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടണം. 50-60 കൊല്ലത്തേക്ക് കേരളത്തെ പുറകോട്ട് നയിച്ചൊരു സംഭവമാണ് സാർ ഇത്. ഒരു ഇന്റേണൽ കോർട്ട് യാർഡിൽ 10-60 പെൺകുട്ടികളും ആൺകുട്ടികളും നോക്കി നിൽക്കെ വിവസ്ത്രനാക്കിക്കൊണ്ട് ഈ കോർട്ട് യാർഡിന്റെ നടുവിൽ വെച്ച് ഒരു കുഞ്ഞിനെ വിചാരണ ചെയ്തുകൊണ്ട് കൊല്ലണമെങ്കിൽ അത് ജാർഖണ്ഡിലും ബീഹാറിലും അല്ല സാർ നടന്നത്, പ്രബുദ്ധ കേരളത്തിലാണ്. അവിടെ താങ്കളോട് രോഹിണി ചോദിച്ച ചോദ്യത്തിന് ഒറ്റവാക്കിൽ താങ്കൾക്കൊരു ഉത്തരം പറയാമായിരുന്നു. ഈ കേസ് ഇത്രത്തോളം ദുർബലമാക്കിക്കൊണ്ട് CBI ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് ഇത് SFI വിദ്യാർത്ഥികളാണ് ഈ കേസിലെ പ്രതികൾ എന്നതുകൊണ്ടാണോ എന്ന ചോദ്യത്തിന് താങ്കളെപ്പോലുള്ള ഒരാൾ ഒറ്റവാക്കിൽ ഉത്തരം പറയുമായിരുന്നു. അതെ, ഇത് SFI ആയതുകൊണ്ടാണ്. ഇത് KSUക്കാരാണ് ഇങ്ങനെ നടത്തിയതെങ്കിൽ, ABVPക്കാരാണ് ഇങ്ങനെ നടത്തിയതെങ്കിൽ സാർ ഈ കേസ് ഇങ്ങനെ ആകുമായിരുന്നോ സാർ? അപ്പോൾ ഇത് SFIക്കാർക്ക് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തും ചെയ്യാം. BA പരീക്ഷ എഴുതാതെ MA പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അതുമാതിരി തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ ജോലിക്ക് അപേക്ഷിക്കാം. സഹപ്രവർത്തകരെ AISFൻ്റെ ഒരു വനിതാ നേതാവിനെ, ആ പെൺകുട്ടി പറഞ്ഞ കാര്യം രോഹിണിയാണ് ചർച്ച നടത്തുന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു SFI നേതാവ് കയറി പിടിച്ച സ്ഥലങ്ങളുടെ പേര് പറയുന്നത് കേട്ടിട്ട് ലജ്ജ തോന്നി സാർ. അത് MK ഹരിദാസിൻ്റെ സഹോദരിയല്ല അത് പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലൊരു വിലാപം നടത്തേണ്ട തോതിൽ ഈ SFIയെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അപച്യുതിയിലേക്കാണ് സാർ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ കാര്യങ്ങളിൽ SFIയെയും DYFIയെയും ഒക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്. കാരണം സിദ്ധാർത്ഥൻ്റെ മരണത്തോടു കൂടിയിട്ട്, സിദ്ധാർത്ഥൻ്റെ മരണം കൊലപാതകമായാലും
മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതായാലും അത് അവസാനത്തെ സംഭവമാകണം. ഇനി കേരളത്തിൽ ഇത്തരം ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് അവസരം നിഷേധിക്കരുത്, അവസരം ഉണ്ടാക്കരുത്. താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇത് മുഖ്യമന്ത്രിയുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല CBI വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ ഈ വിഷയം അങ്ങേയറ്റം കത്തിച്ച് നിർത്തി സാർ. അല്ലെങ്കിൽ ഇവിടെ ഗോകുൽ പറഞ്ഞതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാളയാറിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള അവസ്ഥ തന്നെയായിരുന്നു വരുമായിരുന്നു ഇവിടെ സിദ്ധാർത്ഥനും എന്ന കാര്യം. വണ്ടിപ്പെരിയാറിലെ ഉദാഹരണം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഇവിടെ പാർട്ടി പ്രവർത്തകർ ആരാണോ അവർ പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല, ഒരു കേസും പൂർണ്ണമായി അന്വേഷിച്ച് ഒരു രൂപത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ടില്ല. ഞാൻ ഭയപ്പെടുന്നു സാർ. നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നടി, അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് 14 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ കേസെടുക്കാവുന്ന ഒരു രാജ്യത്ത്, നീതി നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്ത് 5 വർഷമായിട്ട് കോടതി കയറിയിറങ്ങുന്ന നടിയുടെ അവസ്ഥയിലേക്ക് സിദ്ധാർത്ഥന്റെ കേസും കൊണ്ട് ഞാൻ എത്തിക്കാൻ ഇതിനാവും സാർ. കാരണം പണത്തിന്റെ അഹങ്കാരം കൊണ്ടാണ് ഈ 19 കശ്മലന്മാർ ചേർന്ന് ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊലപാതകത്തിന്റെ സമാനമായ കൊലപാതകത്തിന് സമാനമായ മരണം സമ്മാനിച്ചതെങ്കിൽ ആ പണത്തിന്റെ അഹങ്കാരം നാളെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയിട്ട് 5 or 10 കൊല്ലം നീതി ലഭിക്കാതായാൽ അത് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം അപരാധമായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് രോഹിണി.